ഹായ്, എൻ്റെ പേര് ഫിദ. ഞാൻ സ്റ്റുഡൻറ്റ് കൗൺസിലറാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ബിഹേവിയറൽ പ്രോബ്ലംസിനെ കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചുമാണ്. കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം എന്നത് കുട്ടിയുടെ മാനസിക, ശാരീരിക, സാങ്കേതിക, സാമൂഹിക വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തികളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കുട്ടിയുടെ പെരുമാറ്റം എന്നത് ആ കുട്ടി ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ, കെട്ടുറപ്പുകൾ, ബന്ധങ്ങൾ, വളർച്ചാഘട്ടങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ മോശം ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളാണ് അമിതമായ വികാര പ്രകടനങ്ങൾ, അനുസരണക്കേട്, പഠനത്തോടുള്ള താല്പര്യക്കുറവ് എന്നിവ. ഇത്തരത്തിൽ സ്ക്രീനിങ് ടൈം കൂടുതലുള്ള കുട്ടികളിലും മോശം ബിഹേവിയറും പ്രവൃത്തികളും കാണപ്പെടാറുണ്ട്. തികച്ചും ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് തെറാപ്പീസിലൂടെയാണ്. ഇത്തരത്തിലുള്ള തെറാപ്പീസ് എന്ന് പറയുന്നത് ബിഹേവിയറൽ തെറാപ്പി, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT, ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, ഫാമിലി തെറാപ്പി തുടങ്ങിയവയാണ്. ഇതിൽ ബിഹേവിയർ തെറാപ്പി എന്നത് കുട്ടിയിലെ മോശം ബിഹേവിയറിനെ എടുത്തു കളഞ്ഞുകൊണ്ട് നല്ല പെരുമാറ്റശുദ്ധി വരുത്തുന്ന ഒരു തെറാപ്പി രീതിയാണ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് അഥവാ CBT. ഇതിലൂടെ കുട്ടിയിലെ മോശം ചിന്താരീതികൾ മാറ്റിയെടുത്തുകൊണ്ട് തൽസ്ഥാനത്ത് നല്ല പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്ന രീതിയാണിത്. മൂന്നാമത്തേത് ആർട്ട് തെറാപ്പിയാണ്. ഇത് കുട്ടികളുടെ ഉള്ളിലെ വികാരങ്ങളെ കലകളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയാണിത്. അടുത്തത് പ്ലേ തെറാപ്പിയാണ്. ഇത് കുട്ടികളെ അവരുടേതായ കളികളിലൂടെയും ഭാഷകളിലൂടെയും അവരുടെ വികാരങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കിയെടുക്കുന്ന രീതിയാണിത്. അടുത്തത് മ്യൂസിക് തെറാപ്പിയാണ്. ഇതിലൂടെ സംഗീതത്തിലൂടെ കുട്ടികളുടെ വികാരങ്ങളെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയാണിത്. അടുത്തത് ഫാമിലി തെറാപ്പിയാണ്. ഇത് കുട്ടിയുടെ കുടുംബത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെറാപ്പിയാണിത്. ഓരോ കുട്ടിയുടെയും വ്യക്തിത്വവും അവൻ്റെ പ്രശ്നത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ചികിത്സാ രീതികൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കാവുന്നതാണ്.